Hello friends, this is Gina with another current affairs and GK session. Welcome to GradMentor. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 2023 ജാനുവരി മന്തിലെ കറണ്ട് അഫയേഴ്സ് സെഷൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇൻ ജാനുവരി 2023 ആണ്. അപ്പോൾ 2023 ജാനുവരി മന്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, എക്സാംസിനും ഡേയ്സും തീംസും ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഇൻവേഴ്സ് ഓർഡറിൽ പഠിച്ചു പോകാം. അപ്പം ജാനുവരി 31 മുതൽ അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ജാനുവരി മന്തിൽ അത് മുഴുവൻ പറഞ്ഞു പോകാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന ഈവന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമു അഡ്രസ്ഡ് ദ 31st ഫൗണ്ടേഷൻ ഡേ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഇൻ ന്യൂഡൽഹി. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ NCWന്റെ 31st ഫൗണ്ടേഷൻ ഡേ ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ആചരിച്ചു എന്നതാണ് ന്യൂസ്. അപ്പോൾ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 ജാനുവരി 31 ജാനുവരി 31 1992 NWC അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് ആക്ട് പ്രകാരമാണ് ഈ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990 ആക്ട് പ്രകാരം 1992 ജാനുവരി 31 കമ്മീഷൻ നിലവിൽ വരുന്നത്. ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? GK ആണ്. GK സെക്ഷനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിത ആരെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ജയന്തി പട്നായിക് ആണ്. ഓർത്തിരിക്കണം, ജയന്തി പട്നായിക് ആണ് ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാ? രേഖാ ശർമ്മ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ്? ജാനുവരി 31 ഇമ്പോർട്ടൻസ് എന്താണ്? ജാനുവരി 31 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ഫൗണ്ടേഷൻ ഡേ ആണ്. എന്നാണ് ഇത് ഫൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1992 ജാനുവരി 31 ഓക്കെ. അപ്പോൾ ഈ വർഷം 31st ഫൗണ്ടേഷൻ ഡേ ആണ് ആചരിച്ചത്. എത്രാമത്തെയാണ്? 31st ഫൗണ്ടേഷൻ ഡേ ആണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ വെച്ചിട്ട് അഡ്രസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപദി മുർമു അറ്റൻഡഡ് ദ 31st ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷൻസ് ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഇൻ ദ ന്യൂഡൽഹി ഓൺ 31st ജാനുവരി 2023. അപ്പോൾ 2023 31st ഫൗണ്ടേഷൻ ഡേ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആണ് ആചരിച്ചത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തത്. എവിടെ വെച്ചിട്ട്? ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്ന് പറയുന്നത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് നിയമപ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990 പ്രകാരം 1992 ജാനുവരി 31 ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജയന്തി പട്നായിക്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? രേഖാ ശർമ്മ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 2023 തീം, ഈ ഡേയുടെ തീം എന്ന് പറയുന്നത് സശക്ത് നാരി സശക്ത് ഭാരത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് 2023 തീം എന്ന് പറയുന്നത്? സശക്ത് നാരി സശക്ത് ഭാരത്. ഓക്കെ, ഈ ഒരു തീമിന്റെ ബേസിസിലാണ് ഡിസ്കഷൻസ് ഒക്കെ നടന്നത്. ദ കമ്മീഷൻ ഈസ് ഓൾസോ ഓർഗനൈസിംഗ് എ 2-day പ്രോഗ്രാം ഫ്രം 31st ജാനുവരി ടു 1st ഫെബ്രുവരി 2023 ടു സെലിബ്രേറ്റ് ഇറ്റ്സ് 31st ഫൗണ്ടേഷൻ ഡേ. ഓക്കെ, NCW വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജാനുവരി 1992 as a statutory body under the National Commission for Women Act 1990. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നത്? എന്താണ് ഈ കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഗവൺമെന്റിനെ വിമൻ റിലേറ്റഡ് പോളിസീസിൽ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സെറ്റപ്പ് ടു റിവ്യൂ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ഫോർ വിമൻ, റെക്കമെൻഡഡ് മെഷേഴ്സ് ഫോർ ലീഗൽ റീഫോംസ്, ഫെസിലിറ്റേറ്റ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് ആൻഡ് അഡ്വൈസ് ദ ഗവൺമെന്റ് ഓൺ പോളിസീസ് അഫക്റ്റിംഗ് വിമൻ. അപ്പോൾ നിയമം എന്താണ്? ലീഗൽ റീഫോംസും വേണമെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന് അഡ്വൈസ് നൽകുക എന്നതാണ് എന്ത്? നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു ജാനുവരി 31 ഇമ്പോർട്ടൻസ്. 2023 തീം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റാറ്റിക് GKയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് വേൾഡ് ലെപ്രസി ഡേ 2023.
29th ജാനുവരി. ഓക്കെ, ഇനി എന്താണ് ലെപ്രസി? ലെപ്രസി എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണ് അല്ലേ. അപ്പോൾ ആ ഡിസീസിനെതിരെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ലെപ്രസി ഡേ ആചരിക്കുന്നത്. 2023 അത് ജാനുവരി 29 ആയിരുന്നു. അതെങ്ങനെയാ? എല്ലാ വർഷവും അവസാനത്തെ ജാനുവരി മന്തിലെ അവസാനത്തെ ഞായറാഴ്ച, ലാസ്റ്റ് സൺഡേ ആണ് വേൾഡ് ലെപ്രസി ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത് ജാനുവരി 30th ആചരിക്കുന്നത്. ഓക്കെ, അതായത് ലാസ്റ്റ് സൺഡേ എന്നത് പ്രകാരം 2023 അത് ജാനുവരി 29 ആയിരുന്നു വേൾഡ് ലെപ്രസി ഡേ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത് ജാനുവരി 30th ആചരിക്കുന്നത്. ആ ഡേ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? മഹാത്മാഗാന്ധിയുടെ ഡെത്ത് ആനിവേഴ്സറി ആയതുകൊണ്ടാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. World Leprosy Day is observed on the last Sunday of January. In year 2023, World Leprosy Day was observed on 29th January. Okay. അപ്പോൾ എല്ലാ വർഷവും ലാസ്റ്റ് സൺഡേ ആണ് എന്തായിട്ട് ആചരിക്കുന്നത്? വേൾഡ് ലെപ്രസി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ വർഷം എന്തായിരുന്നു? ജാനുവരി 29 വേൾഡ് ലെപ്രസി ഡേ. In India, the day is celebrated every year on 30th January to mark the death anniversary of Mahatma Gandhi. The aim of the day is to raise awareness about the leprosy. എന്തിനു വേണ്ടിയിട്ടാണ്? അവയർനെസ്, ലെപ്രസിക്കെതിരെ ഉള്ള അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ആചരിക്കുന്നത്. The day was chosen as a tribute to the life of Mahatma Gandhi by the French humanitarian Raoul Folero, who did a lot of work with many affected individuals by leprosy. ഇങ്ങനെ ഒരു ഡേ വരണം എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രഞ്ച് ഹ്യൂമാനിറ്റേറിയനും റൈറ്ററും ഒക്കെ ആയിട്ടുള്ള റൗൾ ഫൊളേറോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു ഡേ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡേ സെലക്ട് ചെയ്യുന്നത്. എന്താണ്? ജാനുവരി മന്തിലുള്ള ലാസ്റ്റ് സൺഡേ എന്നുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നത് ആരാണ്? റൗൾ ഫൊളേറോ ആണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഹ്യൂമാനിറ്റേറിയനും റൈറ്ററും ഒക്കെയാണ്. അപ്പോൾ 1954 മുതലാണ് ഈ ഡേ ഇങ്ങനെ ആചരിച്ച് വരുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയോടുള്ള ഒരു ട്രിബ്യൂട്ട് എന്നോണം ഈ ഡേ സെലക്ട് ചെയ്തതും ആര് തന്നെയാണ്? റൗൾ ഫൊളേറോ തന്നെയാണ് ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തത്. ലാസ്റ്റ് വീക്കിൽ ലാസ്റ്റ് സൺഡേ എന്നുള്ള, ജാനുവരിയിൽ ലാസ്റ്റ് സൺഡേ എന്നുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്. ദ തീം ഓഫ് ദ ഡേ ഇൻ 2023 ഈസ് ആക്ട് നൗ എൻ ലെപ്രസി. അപ്പോൾ നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ്റെ ഫൗണ്ടേഷൻ ഡേയുടെ തീം 2023 തീംസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. 2023 തീം നമ്മൾ പറഞ്ഞു സശക്ത് നാരി സശക്ത് ഭാരത് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് തീം എന്ന് പറയുന്നത്? ലെപ്രസി, വേൾഡ് ലെപ്രസി ഡേയുടെ, ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ആക്ട് നൗ എൻഡ് ലെപ്രസി. ആക്ട് നൗ എൻഡ് ലെപ്രസി, അത് ഓർത്തിരിക്കണം. ആക്ട് നൗ എൻഡ് ലെപ്രസി എന്നതായിരുന്നു തീം. ഓക്കെ, ഇനി എന്താണ് ലെപ്രസി എന്ന് നമുക്ക് നോക്കാം. ലെപ്രസി ഈസ് എ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്. ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ആണ് എന്ത്? ലെപ്രസി എന്ന് പറയുന്നത്. ദാറ്റ് സ്റ്റിൽ ഒക്കേഴ്സ് ഇൻ മോർ ദാൻ 120 കൺട്രീസ് വിത്ത് മോർ ദാൻ 2 lakhs ന്യൂ കേസസ് റിപ്പോർട്ടഡ് എവറി ഇയർ. ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ആണ് എന്ത്? കുഷ്ഠരോഗം അല്ലെങ്കിൽ ലെപ്രസി. ഇതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നതും എന്താണ്? ഹാൻസൻസ് ഡിസീസ്. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ലെപ്രസിയാണ് ഹാൻസൻസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ലെപ്രസി എന്താണ്? ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസാണ്. NTD എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസീസാണ്. ഇത് ഇപ്പോഴും 120 കൺട്രീസിൽ, മോർ ദാൻ 120 കൺട്രീസിൽ ഓരോ വർഷവും ന്യൂ 2 lakhs കേസസുമായിട്ട് ഇതിപ്പോഴും പ്രിവെയിൽ ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു രോഗം. ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ലെപ്രേ. അപ്പോൾ ഇതിൻ്റെ കോസേറ്റീവ് ഏജന്റ് എന്താണ്? അല്ലെങ്കിൽ കുഷ്ഠരോഗം പരത്തുന്ന ജീവി, അല്ലെങ്കിൽ കുഷ്ഠരോഗത്തിൻ്റെ രോഗകാരി, പരത്തുന്ന ജീവിയല്ല, രോഗകാരി ആര് എന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ നെയിം എന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ. അപ്പോൾ അത് ഓർത്തിരിക്കണം. ലെപ്രസിക്ക് കാരണമാകുന്ന രോഗാണു എന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ. ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്, ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. എന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ രോഗത്തിന് കാരണം. ഇറ്റ് മെയിൻലി അഫക്ട്സ് ദ മ്യൂക്കോസ ഓഫ് ദ സ്കിൻ, നെർവ്സ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ഐസ്. ഇത് എവിടെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇനി ഇത് അഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ മ്യൂക്കോസ ലെയർ, അതുപോലെ നെർവ്സ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ഐസ് എന്നിവിടങ്ങളിലെല്ലാം ഈ രോഗം ബാധിക്കും. ഇറ്റ്സ് ഇൻഫെക്ഷൻ ഒക്കേഴ്സ് ബൈ കമ്മിങ് ക്ലോസ് ടു ദ പേഷ്യന്റ് ആൻഡ് കമ്മിങ് ഇൻ റിപ്പീറ്റഡ് കോൺടാക്ട്. അതായത് ഇതെങ്ങനെയാണ് ഇനി പകരുന്നത്? ഇതെങ്ങനെയാണ് ഈ രോഗം പകരുന്നത്? ഈ രോഗം എങ്ങനെയാണ് പകരുന്നത്? കോസ് ചെയ്യുന്നത് ആരാണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഇനി ഇതെങ്ങനെ ഇൻഫെക്ഷ്യസ് ആവും അല്ലെങ്കിൽ പകരുന്നത് എങ്ങനെയാണ്?
അതായത് ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻറ്റുമായിട്ട് ക്ലോസ് റിലേഷനിൽ വരികയോ ഫ്രീക്വൻറ്റ് കോണ്ടാക്റ്റിൽ വരികയോ ചെയ്യുമ്പോഴാണ് ഈ രോഗം പകരുന്നത്. ഓക്കെ, ലെപ്രസി ഈസ് ക്യൂറബിൾ വിത്ത് മൾട്ടി ഡ്രഗ് തെറാപ്പി. MDT എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് തെറാപ്പി MDT എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിലൂടെ ലെപ്രസി എന്ന് പറയുന്നത് എന്താണ് 100% ക്യൂറബിൾ ആണ്. If left untreated, it can cause significant damage to the skin, nerves, organs and eyes. Okay, ഇത് സ്കിന്നിൻ്റെ മ്യൂക്കോസ ലെയറിൽ ബാധിക്കുന്നുണ്ട്, നെർവ്സിൽ ബാധിക്കുന്നുണ്ട്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ബാധിക്കുന്നുണ്ട്, ഐസിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അൺട്രീറ്റഡ് ആയിട്ട് നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഓർഗൻസിനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഡേറ്റ പ്രൈവസി ഡേ 2023. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ്റെ ഫൗണ്ടേഷൻ ഡേ January 31 തീം നോക്കി, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വേൾഡ് ലെപ്രസി ഡേ നോക്കിയല്ലേ, January 29 ഈ വർഷം. അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ജാനുവരിയിലെ ലാസ്റ്റ് സൺഡേ ആണ് ആചരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്? ഡേറ്റ പ്രൈവസി ഡേ എന്ന് പറയുന്നത്. അതെന്നാണ്? January 28 ഡേറ്റ പ്രൈവസി ഡേ അല്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഡേറ്റ പ്രൊട്ടക്ഷൻ ഡേ ഓർ ഡേറ്റ പ്രൈവസി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 28 January. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് മോർ അവയർനെസ് അബൌട്ട് ദ റൈറ്റ് ടു ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ദ വേരിയസ് വേസ് ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ കീപ് ദ ഡേറ്റ മോർ സെക്യൂർ. എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഇന്ന് ഒരു ഡിജിറ്റൽ ലോകത്താണല്ലേ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് റൈറ്റ് ടു ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് ഓരോ വ്യക്തിയും അവെയർ ആയിരിക്കണം. അവരുടെ പ്രൈവസിക്ക് വേണം, എല്ലാവരും അവരവരുടെ പ്രൈവസിക്ക് വേണം പ്രയോറിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അപ്പോൾ അതിനെപ്പറ്റി അവെയർ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് January 28 എന്തായിട്ട് ആചരിക്കുന്നത്? ഡേറ്റ പ്രൊട്ടക്ഷൻ ഡേ അല്ലെങ്കിൽ ഡേറ്റ പ്രൈവസി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ദ ഡേ ഈസ് നൗ സെലിബ്രേറ്റഡ് ഗ്ലോബലി ടു റേസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഓഫ് ദ ഡിജിറ്റലി അഡ്വാൻസിംഗ് വേൾഡ്. ദ മെയിൻ ഗോൾ ഓഫ് ദിസ് ഡേ ഈസ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ചാലഞ്ചസ് ആൻഡ് ലെറ്റ് ദം നോ അബൌട്ട് ദർ റൈറ്റ്സ് ടു പ്രൈവസി. അപ്പോൾ അവരുടെ റൈറ്റ് ടു പ്രൈവസിയെ പറ്റി പീപ്പിളിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവയർനെസ് നൽകുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ ആചരിച്ചു തുടങ്ങിയത്. എന്തായിരുന്നു തീം? ദ തീം ഓഫ് ദ ഡേ ഇൻ 2023 തീം എന്ന് പറയുന്നത് തിങ്ക് പ്രൈവസി ഫസ്റ്റ്. തിങ്ക് പ്രൈവസി ഫസ്റ്റ്. നമ്മൾ ആദ്യം എന്തിന് പ്രയോറിറ്റി കൊടുക്കണം? നമ്മുടെ സ്വകാര്യതയ്ക്ക്, പ്രൈവസിക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്താണ് 2023 തീം എന്ന് പറയുന്നത്? തിങ്ക് പ്രൈവസി ഫസ്റ്റ് എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡേയുടെ ഹിസ്റ്ററിയിലേക്കൊന്ന് നോക്കാം. ഡേറ്റ പ്രൈവസി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 28 January ടു റൈസ് അവയർനെസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ഓൺലൈൻ പ്രൈവസി വിച്ച് ഹാസ് ബീൻ ഡിക്ലെയർഡ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ. ദ കൗൺസിൽ ഓഫ് യൂറോപ്പ് on 26 April 2006 decided to coin a data protection day and announced that it will be observed each year on 28 January, the day on which the Council of Europe's Data Protection Convention, known as Convention 108, was opened. അപ്പോൾ ഇങ്ങനെ ഒരു ഡേ ആചരിക്കാനായിട്ട് മുൻകൈ എടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്, സംഘടനയാണ്. കൗൺസിൽ ഓഫ് യൂറോപ്പ് ആണ് എന്ന് 2006 April 26 ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്താണ്? ഓരോരുത്തരുടെയും നമ്മുടെ ഈ ഡിജിറ്റൽ വേൾഡിൽ അവരുടെ പ്രൈവസി അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൈവസിയെ പറ്റി അവെയർ ആക്കാൻ, എഡ്യൂക്കേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡേയുടെ ആവശ്യമുണ്ട് എന്ന് പറയുകയും ആ ഡേ 28 January ആയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു. എന്താണ് 28 January സെലക്ട് ചെയ്യാനുണ്ടായ കാരണം? ഇവർ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷനെ പറ്റി ഒരു കൺവെൻഷൻ നടത്തി. ആരാണ്? കൗൺസിൽ ഓഫ് യൂറോപ്പ് ഒരു കൺവെൻഷൻ നടത്തി. എന്താ ആ കൺവെൻഷന്റെ പേരായിരുന്നു കൺവെൻഷൻ 108 എന്ന് നെയിം ചെയ്ത ഒരു കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു? 28 January. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡേറ്റ് ഡേറ്റ പ്രൊട്ടക്ഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അവരെന്നായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തത്? 2006 April 26 ആരായിരുന്നു? കൗൺസിൽ ഓഫ് യൂറോപ്പ്. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രൊട്ടക്ഷൻ ഡേ എന്നാണ്? January 28. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? അതായത് റൈറ്റ് ടു പ്രൈവസി അല്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, സിറ്റിസന്റെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്നുള്ള ഡിക്ലറേഷൻ വന്നതും കൗൺസിൽ ഓഫ് യൂറോപ്പ്
April 26, 2006 ഇങ്ങനൊരു ഡേയുടെ ആവശ്യകതയെ പറ്റി പറയുകയും 28th January അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു. കാരണം കൺവെൻഷൻ 108 എന്ന് നെയിം ചെയ്ത ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ കൺവെൻഷൻ അവർ സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു 28th Januaryക്കായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നാഷണൽ വോട്ടേഴ്സ് ഡേ 2023 എന്നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. January 25 നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ January 25 പ്രത്യേകത എന്താണ്? 1950 January 25 എന്ത് നിലവിൽ വരുന്നത്? നമ്മുടെ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അപ്പോൾ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? 1950 January 25 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ആ ഡേറ്റ് ആണ്, ഈ January 25 പിന്നീട് നമ്മൾ എന്തായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് സെലിബ്രേറ്റിംഗ് 13th നാഷണൽ വോട്ടേഴ്സ് ഡേ ഓൺ 25th January 2023. 2023 January 25 നമ്മൾ എത്രാമത്തെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്? 13th ആണ് കേട്ടോ. ദ തീം ഓഫ് ദിസ് ഇയേഴ്സ് NVD അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. എന്താണ് തീം? ഈ വർഷത്തെ തീം എന്തായിരുന്നു? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. വോട്ടിംഗ് പോലെ ഒന്നുമില്ല, ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും എന്നതായിരുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ, NVD ഈസ് സെലിബ്രേറ്റഡ് അറ്റ് ദ നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, constituency and polling station levels, making it one of the biggest celebrations in the country. ഇതെന്താണ്? ഏതൊക്കെ തലത്തിൽ ഇത് സെലിബ്രേറ്റ് ചെയ്തു? ഇന്ത്യയുടെ തന്നെ, നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ലെവലിലുള്ള സെലിബ്രേഷൻസ് നടന്നു? നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട്, കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് പോളിംഗ് സ്റ്റേഷൻ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്തു. എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ. ഓക്കെ, ദ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 25th January as the foundation day of the Election Commission of India. Voters Day is dedicated to raise awareness among the youth about the importance of voting in their country. യൂത്തിനിടയ്ക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടുള്ള അവയർനെസ് ആണ്? വോട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒരു അവയർനെസ് യൂത്തിനിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് 25th January നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അല്ലെങ്കിൽ January 25 പ്രത്യേകത എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ദിവസം ആണല്ലേ, 1950 January 25 എന്ന് ഓർത്തിരിക്കുക. Since 2011, National Voters Day is celebrated every year on 25th January across the country to mark the foundation day of the Election Commission of India, that is 25th January 1950. Foundation ഡേ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാലും എന്ന് മുതലാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? 2011 മുതലാണ്. അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ എത്രാമത്തെ ആയിരുന്നു? 13th NVD ആയിട്ടാണ് അല്ലേ, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിച്ചത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 2023 എന്നായിരുന്നു 24th Januaryയിലാണ് ദേശീയ ബാലികാ ദിനം അല്ലെങ്കിൽ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആചരിച്ചത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തത്. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 2023 ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ ഓൺ 24th January. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 2023 ഈസ് സിഗ്നിഫിക്കൻറ്റ് ആസ് ഇറ്റ് ക്രിയേറ്റ്സ് അവയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗേൾ ചൈൽഡ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ജെൻഡർ ഇനിക്വാലിറ്റിയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം, ദേശീയ ബാലികാ ദിനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഗേൾ ചൈൽഡിനുള്ള ഇമ്പോർട്ടൻസ് അതിനെ പറ്റി അവെയർ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അവെയർ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ദേശീയ ബാലികാ ദിനം അല്ലെങ്കിൽ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്ന് പറയുന്നത്? 24th January ആണ്. ദ ഡേ റിഫ്ലെക്ട്സ് ദ ഹാർഷ് റിയാലിറ്റി ഓഫ് പ്രിവെയിലിംഗ് ഇനിക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദ ഗേൾ ചൈൽഡ് ഇൻ ഇന്ത്യ. ദ ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് നോട്ട് ഒഫീഷ്യലി അനൗൺസ് എ തീം ഫോർ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 2023. അപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ പ്രിവെയിൽ ചെയ്തു പോകുന്ന എന്താണ് ജെൻഡർ ഇനിക്വാലിറ്റിയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു
സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. പക്ഷേ 2023 ഇതൊരു പ്രത്യേക തീം ഒന്നും നമ്മുടെ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഇൻ 2008 ദ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ലോഞ്ച്ഡ് ദ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ടു പ്രൊമോട്ട് ദി ഇറാഡിക്കേഷൻ ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ഗേൾസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദെയർ ലൈഫ്സ് എന്നായിരുന്നു. 2008 ആരാ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്താ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? പെൺകുട്ടികൾ അവരുടെ ലൈഫിലെ വിവിധ കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 2008 ആരാ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അതാണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഹാസ് ടേക്കൺ സെവറൽ സ്റ്റെപ്സ് ഓവർ ദി ഇയേഴ്സ് ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് ഗേൾസ്. ദീസ് ഇനിഷ്യേറ്റീവ് ഇൻക്ലൂഡ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആൻഡ് സുകന്യ സമൃദ്ധി യോജന. അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പിന്നെ സുകന്യ സമൃദ്ധി യോജന ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഗവൺമെന്റ്? അതായത് ഗേൾ ചൈൽഡിന്റെ ലൈഫ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ് ആണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആൻഡ് സുകന്യ സമൃദ്ധി യോജന എന്നിവ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഇനി എന്താണ് വേൾഡ് അല്ലെങ്കിൽ നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ സിഗ്നിഫിക്കൻസ്? ദ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എയിംസ് ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ മൈൻഡ് സെറ്റ്, ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി ഗേൾ ചൈൽഡ് ഇൻ ഇന്ത്യ. ദിസ് ചേഞ്ച് ഇൻ ഇൻഡിവിജ്വൽസ് ഈസ് എക്സ്പെക്റ്റഡ് to help the society to change its regressive discriminatory attitude towards the girl child. ഇത് എന്തിനു വേണ്ടി തന്നെയാണ്? മനുഷ്യന്റെ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വരണം അല്ലെ, ഓരോ ഇൻഡിവിജ്വലിന്റെ മൈൻഡ് സെറ്റിന് ഒരു മാറ്റം വരണം. അതിലൂടെ സമൂഹത്തിന് മൊത്തത്തിലേക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ആചരിക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ 2023. അതെന്ന് തന്നെയായിരുന്നു 24th ജാനുവരിയിൽ തന്നെയായിരുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ 2023 24th ജാനുവരിയിലായിരുന്നു. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ 24th ജാനുവരി ടു കമമറേറ്റ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്. സമാധാനത്തിനും ഡെവലപ്മെന്റിനും എഡ്യൂക്കേഷനിലുള്ള റോളിനെ പറ്റി കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 24th ജാനുവരി എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദിസ് ഇയർ ഈസ് ദ 5th ഇയർ ഓഫ് ദ ഫെസ്റ്റിവൽ. ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമാണ് ആയത്. ഈ 2023 എന്ന് പറയുന്നത് 5th ഇയർ ഓഫ് ദി ഫെസ്റ്റിവൽ ആയിരുന്നു. റീസെന്റ് ആർഡ്രെ അസോളെ, ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ, ഹാസ് ഡിസൈഡഡ് ടു ഡെഡിക്കേറ്റ് ദ 2023 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ January 24 ടു അഫ്ഗാൻ ഗേൾസ് ആൻഡ് വിമൻ. അപ്പോൾ 2023 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്? അഫ്ഗാൻ ഗേൾസിനും വിമനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് ആരാണ്? ആർഡ്രെ അസോളെ. അവരാരാണ്? ആർഡ്രെ അസോളെ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആണ് ആർഡ്രെ അസോളെ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഓർത്തിരിക്കണം. യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ആർഡ്രെ അസോളയാണ്. അവരാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. എന്താ? 2023 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അഫ്ഗാൻ ഗേൾസിനും വിമനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം എന്നൊരു തീരുമാനമെടുത്തത് ആരാണ്? ആർഡ്രെ അസോളയാണ്. ഓക്കെ, കറന്റ്ലി 2.5 million, that is 80% of school age Afghan girls and young women are out of school. അതായത് സ്കൂൾ ഏജിലുള്ള 80% കുട്ടികളും 2.5 million വരും ആ കുട്ടികളും അതുപോലെ യങ് വിമനും സ്കൂളിന് പുറത്താണ്, അതായത് സ്കൂളിൽ പോയിട്ടില്ല, അവരാരും സ്കൂളിൽ പോയിട്ടില്ല. ഓഫ് ഹൂം 1.2 million were denied entry into secondary school. അതുപോലെ 1.2 million എന്ന് പറയുന്നത് സെക്കൻഡറി ലെവലിലേക്ക് അവരുടെ വിദ്യാഭ്യാസം ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഫോളോയിങ് എ ഡിസിഷൻ ബൈ ദി ഡിഫാക്റ്റോ അതോറിറ്റീസ്. അവരുടെ ഭരണകർത്താക്കളുടെ ഒരു കാര്യം കൊണ്ടിട്ട് അവർക്ക് സെക്കൻഡറി ലെവലിലേക്കോ യൂണിവേഴ്സിറ്റീസിലേക്കോ ഒന്നും പഠിക്കാനുള്ള ഒരു അവകാശം അവർക്കില്ല. അവർക്ക് അതിൻ്റെ എൻട്രി ഡെനീഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ 2023 എന്ന് പറയുന്നത് അഫ്ഗാൻ ഗേൾസിനും വിമനും വേണ്ടിയിട്ട്
ഡെഡിക്കേറ്റ് ചെയ്തത്. തീം എന്താണ്? The 5th International Day of Education will be celebrated on 24th January 2023 under the theme എന്താണ്? To invest in people, prioritize education. എന്താണ്? To invest in people, prioritize education എന്നതായിരുന്നു 2023 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷന്റെ തീം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഹിസ്റ്ററി? The United Nations General Assembly adopted a resolution on 2018 December 3 which declared 24th January as the International Day of Education. അപ്പോൾ 24th January ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനമെടുത്തത് എന്നാണ് 2018 ഡിസംബർ 3 ആരാണ്? ദ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. 2018 ഡിസംബർ 3 ഓക്കെ, as the International Day of Education. The purpose of the UNGA was to recognize and celebrate the role of learning for peace and development. എന്തായിരുന്നു അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? റോൾ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇൻ ദി പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പീസിലും ഡെവലപ്മെൻറ്റിലും പഠനത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ജാനുവരി 24 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന്. എന്നായിരുന്നു ഈ തീരുമാനം അല്ലെങ്കിൽ ഡിക്ലറേഷൻ? 2018 ഡിസംബർ 3 ഓക്കെ. Adoption of Resolution 73/25 International Day of Education co-authored by Nigeria and 58 other member states demonstrates the unwavering political will of the international community to promote inclusive, equitable and quality education for all. അപ്പോൾ ഈ ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ അതിൻ്റെ റെസൊല്യൂഷൻ ആരാണ് തയ്യാറാക്കിയത്? നൈജീരിയയും അതുപോലെ 58 അതർ മെമ്പർ സ്റ്റേറ്റ്സും കൂടിയിട്ടാണ് ഈ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നത്. ആ റെസൊല്യൂഷൻ ഏതാണ്? 73/25 എന്ന് പറയുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡെമോൺസ്ട്രേറ്റ്സ് ദ അൺവേവറിംഗ് പൊളിറ്റിക്കൽ വിൽ ഓഫ് ദി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ്, ഇക്വിറ്റബിൾ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഉത്തർപ്രദേശ് 74th ഫൗണ്ടേഷൻ ഡേ. 24th ജാനുവരിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്ത മറ്റൊരു ഡേ ആണ് ഉത്തർപ്രദേശ് ഡേ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് വിൽ സെലിബ്രേറ്റ് ഇറ്റ് 74th ഫൗണ്ടേഷൻ ഡേ ഓൺ 24th January 2023. Officials said on 21st January that the 3-day celebrations of Uttar Pradesh Day would include public participation, this time with a focus of investment and employment. ഇൻവെസ്റ്റ്മെന്റിലും എംപ്ലോയ്മെന്റിലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വർഷം ഉത്തർപ്രദേശ് ഡേ എന്ന് പറയുന്നത് പബ്ലിക് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കും എന്നാണ് അവരുടെ അതോറിറ്റീസ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്നായിരുന്നു ഉത്തർപ്രദേശ് ഡേ എന്നുള്ളത് ഓർത്തിരിക്കണം, 24th ജാനുവരി. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. The Foundation Day of Uttar Pradesh is being celebrated for 3 days since 2018. 2018 മുതലാണ് ഈ 3-day celebration കൊണ്ടുവന്നത് with the participation of all government departments on 24th January. 24th ജാനുവരിയിൽ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും പാർട്ടിസിപ്പേഷനോട് കൂടി ഈ ഒരു ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. The theme of the Uttar Pradesh Day 2023 is Investment and Employment. Investment and Employment എന്ന തീമിലായിരുന്നു ഡിസ്കഷൻസ് അല്ലെങ്കിൽ സെലിബ്രേഷൻസ് നടന്നത്. ഈ വർഷം ഇങ്ങനെ ഒരു തീം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീമിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇൻവെസ്റ്റ്മെന്റും എംപ്ലോയ്മെന്റും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ അവർ കൊടുത്തത്. ഇനി എന്താണ് ഈ ഡേയുടെ ഹിസ്റ്ററി എന്ന് നോക്കാം. ഓൺ 24th January 1950 the Governor General of India passed the United Provinces Order 1950 alteration of name, according to which the name of the United Provinces was changed to Uttar Pradesh. അപ്പോൾ എന്താണ് 1950 ജാനുവരി 24 ഒരു ഇമ്പോർട്ടൻ്റ് ഈവൻറ്റ് നടന്നു. എന്തായിരുന്നു? അന്നത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ത് പാസ് ചെയ്തു? ഒരു യുണൈറ്റഡ് പ്രൊവിൻസസ് ഓർഡർ പാസ് ചെയ്തു കേട്ടോ. യുണൈറ്റഡ് പ്രൊവിൻസസ് ഓർഡർ എന്തായിരുന്നു? 1950 എന്നായിരുന്നു അത് അറിയപ്പെടുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസസ് ഓർഡർ 1950 എന്ന് പറയുന്ന ഒരു ഓർഡർ പാസ് ചെയ്തു.
എന്തായിരുന്നു അത്? ആൾട്രേഷൻ ഓഫ് നെയിം ചേഞ്ച് ആണ്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ് ഉത്തർപ്രദേശ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ നെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? യുണൈറ്റഡ് പ്രൊവിൻസ് എന്നായിരുന്നു. ഈ യുണൈറ്റഡ് പ്രൊവിൻസിന്റെ നെയിം ഈ ഒരു ഓർഡർ അനുസരിച്ച് എന്തായിട്ട് മാറി? ഉത്തർപ്രദേശ് ആയിട്ട് മാറി. അത് എന്നായിരുന്നു? 1950 ജാനുവരി 24 അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഡേ എന്ന് ജാനുവരി 24 അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് ഹാസ് സീൻ വേരിയസ് ചേഞ്ചസ് ഓവർ ദ ഇയേഴ്സ് ആൻഡ് ഹാസ് അറ്റൈൻഡ് ഇറ്റ്സ് പ്രസന്റ് ജിയോഗ്രഫിക്കൽ ഫോം ആഫ്റ്റർ ദ ഹില്ലി റീജിയൻ ഓഫ് ഉത്തരാഖണ്ഡ് വാസ് കാർവ്ഡ് ഔട്ട് ഓഫ് അൺഡിവൈഡഡ് ഉത്തർപ്രദേശ് ഓൺ 9 നവംബർ 2000. എന്നാൽ ഇന്ന് കാണുന്ന ഒരു രീതിയിലായിരുന്നില്ല അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഉത്തരാഖണ്ഡും കൂടി അന്ന് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 2000 നവംബർ 9 ആ ഹില്ലി ഏരിയാസ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡ് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. എന്നിട്ട് ബാക്കി ഇന്ന് കാണുന്ന ഉത്തർപ്രദേശിന്റെ രൂപത്തിലേക്ക് ഉത്തർപ്രദേശ് മാറുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് പരാക്രം ദിവസ്. പരാക്രം ദിവസ് എന്ന് പറയുന്നത് എന്നാണ് എന്ന്. നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ ബർത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ പരാക്രം ദിവസ് ആയിട്ട് ആചരിച്ചത്. അതെന്നായിരുന്നു? 23 ജാനുവരി. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഈ 23 ജാനുവരിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്ര ബോസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് 2 ഈവൻസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നമ്മൾ ഒന്ന് പറഞ്ഞത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ 21 ഐലൻഡ്സിന്റെ നെയിം 21 പരംവീർ ചക്ര അവാർഡീസിന്റെ പേരിലേക്ക് മാറ്റി എന്ന് തന്നെയാണ്. അത് 23 ജാനുവരിയിൽ തന്നെയാണ് അതും ചെയ്തത്. അതുപോലെ ഒരു അവാർഡിന്റെ കാര്യവും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് പഠിക്കണം. അപ്പോൾ പെട്ടെന്ന് മറന്നു പോകില്ല. ഇവിടെ എന്താണ്? പരാക്രം ദിവസ് 2023 celebrated Netaji Subhash Chandra Bose birth anniversary on 23rd January. Okay. Netaji Subhash Chandra Bose Jayanti or Netaji Jayanti is a national event in India celebrated on 23rd January as Parakram Divas to commemorate the birth of prominent Indian freedom fighter Netaji Subhash Chandra Bose. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ആര്? നേതാജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്തായിട്ടാണ്? പരാക്രം ദിവസമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇൻ ദി ഇയർ 2023 the country is celebrating the 126th birth anniversary of Netaji Subhash Chandra Bose. For the first time, Netaji's birth anniversary was celebrated as Parakram Divas in 2021. അപ്പോൾ എന്ന് മുതലാണ് നേതാജി ജയന്തി പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? 2021 മുതലാണ് പരാക്രം ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ 2023 കഴിഞ്ഞത് എത്രാമത്തെ പരാക്രം ദിവസമായിരുന്നു? 3ാമത്തെ പരാക്രം ദിവസമായിരുന്നു. ഓക്കെ, 124th ബർത്ത്ഡേ മുതലാണ് പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്താൻ തുടങ്ങിയത്. ഇപ്പോൾ 126th ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞത്. ഇറ്റ് ഈസ് എ റെക്കഗ്നൈസ്ഡ് ഹോളിഡേ ഇൻ വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ത്രിപുര ആൻഡ് ആസാം. അവിടെയൊക്കെ ഇതൊരു റെക്കഗ്നൈസ്ഡ് ഹോളിഡേ ആയിരുന്നു. ഓൺ ദിസ് ഡേ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓണേഴ്സ് നേതാജി. നേതാജിയെ പറ്റി കുറച്ച് ഫാക്ട്സ് നോക്കാം. നേതാജി വാസ് ബോൺ ഓൺ 23rd January 1897 ഇൻ കട്ടക്, ഒഡീഷ. GK സെക്ഷനിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. PSCയിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്കാണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ഒഡീഷയിലെ കട്ടക്ക്, ഇയർ 1897. ഓക്കെ, സുഭാഷ് ചന്ദ്ര ബോസ് വാസ് ദി പയനിയർ ആൻഡ് ബിഗ്ഗസ്റ്റ് ലീഡർ ഓഫ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഓക്കെ, ഡ്യൂറിംഗ് വേൾഡ് വാർ സെക്കൻഡ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഹി ഫോംഡ് ദ ആസാദ് ഹിന്ദ് ഫൗജ്. ആസാദ് ഹിന്ദ് ഫൗജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജപ്പാൻ. ഇത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയാണ് എന്ത്? ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്താണ് അദ്ദേഹം ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന ഒരു സംഘടന ജപ്പാന്റെ സഹായത്തോടു കൂടി രൂപീകരിക്കുന്നത്. ദ സ്ലോഗൻ ജയ് ഹിന്ദ് ഗിവൺ ബൈ ഹിം ഹാസ് ബിക്കം ദ നാഷണൽ സ്ലോഗൻ ഓഫ് ഇന്ത്യ. നമ്മുടെ നാഷണൽ സ്ലോഗൻ ആയിട്ട് മാറിയല്ലേ എന്ത്? ജയ് ഹിന്ദ്. അപ്പൊ ജയ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ദ സ്ലോഗൻ തും മുझे खून दो मैं तुमसे
അല്ലെങ്കിൽ തുമേ ആസാദി ദൂങ്ക എന്ന് പറയുന്ന അതും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ ആവേശം കൊള്ളിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു, സ്ലോഗനായിരുന്നു എന്ത്? തും മുझे खून दो मैं तुम्हें ആസാദി ദൂങ്ക, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഡേ 2023. എന്താണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത്? NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. The 18th National Disaster Response Force Day is being celebrated by the National Disaster Response Force on 19 January 2023. The day is being celebrated since 2006 when the rescue force was officially formed. ഇതൊരു റെസ്ക്യൂ ഫോഴ്സ് ആണ്. ഈ റെസ്ക്യൂ ഫോഴ്സ് ഒഫീഷ്യലി ഫോം ആയത് എന്ന് മുതലാണ്, അല്ലെങ്കിൽ എന്നാണ്? 2006 അന്ന് മുതലാണ് ജാനുവരി 19 എന്ന് പറയുന്നത് എന്തായിട്ട് ആചരിക്കുന്നത്? NDRF ഡേ ആയിട്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഡേ ആയിട്ട് ആചരിച്ച് തുടങ്ങിയത് 2006 മുതലാണ്. ദ സ്പെഷ്യലൈസ്ഡ് മൾട്ടി സ്കിൽഡ് റെസ്ക്യൂ ഫോഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഇനി ഈ റെസ്ക്യൂ ഫോഴ്സിൽ ആരൊക്കെയുണ്ട്? ബറ്റാലിയൻസ് ഓഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSFന്റെ ബറ്റാലിയൻസ് ഉണ്ട്. അതുപോലെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFന്റെ ബറ്റാലിയൻസ് ഉണ്ട്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFന്റെ ബറ്റാലിയൻസ് ഉണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBPയുടെ ബറ്റാലിയൻസ് ഉണ്ട്. സശസ്ത്ര സീമാ ബെൽ SSBയുടെ ബറ്റാലിയൻസ് ഉണ്ട്. അതുപോലെ ആസാം റൈഫിൾസിന്റെയും ബറ്റാലിയൻസ് ചേർന്നതാണ് എന്ത്? NDRF എന്ന് പറയുന്നത്, നാഷണൽ ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, NDRF ഈസ് ദ പ്രൈമറി ഏജൻസി റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിംഗ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഡ്രൗണിംഗ്, ബിൽഡിംഗ് കൊളാപ്സ്, ലാൻഡ് സ്ലൈഡ്, ഡിവാസ്റ്റേറ്റിംഗ് ഫ്ലഡ്സ്, എർത്ത്ക്വേക്സ് ആൻഡ് സൈക്ലോൺസ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ, ഡിസാസ്റ്റേഴ്സിലൊക്കെ ആക്ട് ചെയ്യുന്ന റെസ്ക്യൂ ഫോഴ്സ് അല്ലെങ്കിൽ ഏജൻസി എന്ന് പറയുന്നത് ഇന്ന് ആരാണ്? NDRF ആണ് അല്ലേ? പ്രളയമൊക്കെ വരുമ്പോൾ, ഉത്തരാഖണ്ഡിലെ പ്രളയമൊക്കെ വരുമ്പോൾ ആരാണ്, ഏത് ഏജൻസിയാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഈ NDRF ആണ്. NDRF എന്ന് പറയുന്നത് എന്നാണ് ഇങ്ങനെ ഒരു റെസ്ക്യൂ ഫോഴ്സ് ഫോം ചെയ്തത്? 2006 അന്ന് മുതലാണ് ഇങ്ങനെ ഒരു ഡേ ജാനുവരി 19 ആചരിച്ച് തുടങ്ങിയത്. ഇനി ഇതിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? BSF, CRPF, CISF, ITBP, SSB, then ആസാം റൈഫിൾസ്, ഇവരിൽ നിന്നൊക്കെയുള്ള ബറ്റാലിയൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് നോക്കാം. ഇന്ത്യ വിറ്റ്നസ്ഡ് എ സീരീസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇൻ ലേറ്റ് 1990s ആൻഡ് ഏർലി 2000s. അപ്പോൾ 2000ന്റെ ആദ്യ കാലഘട്ടങ്ങളിലും ലേറ്റ് 1990s ഇന്ത്യ ഒരു സീരീസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് തന്നെ വിറ്റ്നസ് ചെയ്തു. ദീസ് ഇൻക്ലൂഡ് ദ 2004 ഇന്ത്യൻ ഓഷൻ സുനാമി, 2004 ഇന്ത്യൻ ഓഷനിലുണ്ടായ സുനാമി, അതുപോലെ 2001 ഗുജറാത്തിലുണ്ടായ ഭൂചലനം എർത്ത്ക്വേക്ക്, ആൻഡ് 2005 മുംബൈ ഫ്ലഡ്സ്, 2005 മുംബൈയിലുണ്ടായ വലിയ വെള്ളപ്പൊക്കം. ഇതെല്ലാം എന്താ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിറ്റ്നസ് ചെയ്ത കാര്യങ്ങളാണ്. വൈൽ ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് വെയർ ഡിപ്ലോയ്ഡ് ഫോർ റെസ്ക്യൂ ആൻഡ് റിക്കവറി മിഷൻസ്, there was a need for a dedicated റെസ്ക്യൂ മിഷൻ ഓറിയന്റഡ് റെസ്പോൺസ് ഫോഴ്സ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ആണ് അവിടെ എല്ലാം റെസ്ക്യൂ ഫോഴ്സായിട്ട് ആക്ട് ചെയ്തതെങ്കിലും അന്നാണ് എന്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞത്? ഇതിനു വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റെസ്ക്യൂ മിഷൻ ഓറിയന്റഡ് റെസ്പോൺസ് ഫോഴ്സ് വേണമെന്ന് ഉള്ള ഒരു ആവശ്യകതയെ പറ്റി തിരിച്ചറിഞ്ഞത് ഈ സീരീസ് ഓഫ് ഡിസാസ്റ്റേഴ്സിൻ്റെ വന്നപ്പോഴാണ്. അങ്ങനെയാണ് 2006 ഇങ്ങനെ ഒരു ഫോഴ്സ് രൂപീകരിക്കുന്നത്. അങ്ങനെ ഹെൻസ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005 വാസ് എനാക്റ്റഡ്. അങ്ങനെ 2005 ഒരു ആക്ട് കൊണ്ടുവന്നു, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ദ ആക്ട് ക്രിയേറ്റഡ് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഈ ആക്ടിലൂടെ എന്ത് വന്നു? ഒരു അതോറിറ്റി വന്നു, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വന്നു, as the apex body for natural disasters and the NDRF as the specialized rescue force under the mandate of the NDMA. അപ്പോൾ NDMA എങ്ങനെയാണ് വന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005 പ്രകാരമാണ് NDMA നിലവിൽ വരുന്നത്. ഈ NDMA ആണ് എന്ത്? അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് NDMA ആണ്. എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓക്കെ, അപ്പോൾ ഈ അതോറിറ്റിക്കാണ് ഇതിനുള്ള ഫുൾ ചുമതല എന്ന് പറയുന്നത്. അത് ആ അതോറിറ്റിയുടെ കീഴിൽ എന്തും വന്നു? NDRF വന്നു. എന്തായിട്ട്? സ്പെഷ്യലൈസ്ഡ് റെസ്ക്യൂ ഫോഴ്സായിട്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സും
വരികയുണ്ടായി. ഇനി നമുക്ക് നോക്കാനുള്ളത് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ 2023. 16th ജാനുവരിയാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ടു പ്രൊമോട്ട് ആൻഡ് എൻകറേജ് ന്യൂ ബിസിനസ് ഇൻ ദ കൺട്രി, പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി announced on 15th January 2022 that 16th January every year would be celebrated as National Startup Day. അതായത് രാജ്യത്ത് പുതിയ ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ വരാൻ വേണ്ടിയിട്ട് അതിനെ എൻകറേജ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി എന്ന് അനൗൺസ് ചെയ്തു. 2022 ജാനുവരി 15ന് ഒരു കാര്യം അനൗൺസ് ചെയ്തു. എന്താണ്? ജാനുവരി 16th ഇനി മുതൽ എല്ലാ വർഷവും ജാനുവരി 16th എന്തായിട്ട് ആചരിക്കണം അല്ലെങ്കിൽ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം? നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എന്നും മോദി പറഞ്ഞു. 2022 ജാനുവരി 15ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇൻ ദ ഇയർ 2022 ഇന്ത്യ സെലിബ്രേറ്റഡ് ദ ഫസ്റ്റ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ. 2022 ഇന്ത്യയുടെ ഫസ്റ്റ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്തു. ദിസ് ഇയർ ആസ് പാർട്ട് ഓഫ് ദി ആസാദി കാ അമൃത് മഹോത്സവ് സെലിബ്രേഷൻസ് സെവറൽ ഈവൻറ്റ്സ് were organized at over 75 locations in the country with an aim to foster the spirit of entrepreneurship and innovation by involving the startup community. അപ്പോൾ ഈ വർഷം ആസാദി കാ അമൃത് മഹോത്സവ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് സെവറൽ ഈവൻറ്റ്സ് ആണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, എത്ര ഭാഗങ്ങളിലാണ്? 75 ഏരിയാസിലായിട്ട്, 75 ലൊക്കേഷൻസിലായിട്ടാണ് സെലിബ്രേഷൻസ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ സ്റ്റാർട്ടപ്പ് ഡേയും ഇതിന്റെ ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? an aim to foster the spirit of entrepreneurship and innovation by involving the startup community. സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഓണ്ടർപ്രണർഷിപ്പും ഇന്നോവേഷൻസും ഒക്കെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷത്തെ സെലിബ്രേഷൻസ് നടക്കുന്നത്. ദി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നോവേഷൻ വീക്ക് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ദ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം 10 to 16 ജാനുവരി 2023. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നോവേഷൻ വീക്ക്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നോവേഷൻ വീക്ക് സെലിബ്രേറ്റ് ചെയ്തതെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഇന്ത്യൻ ആർമി ഡേ 2023. അപ്പോൾ എന്നാണ് നമ്മൾ ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്? ജാനുവരി 15നാണ് നമ്മൾ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ജാനുവരി 15ന് ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. Indian Army Day is celebrated on 15th January and in the year 2023 it marks the 75th anniversary of Indian Army Day. അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇന്ത്യൻ ആർമി ആയിട്ട് മാറിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ആർമി ഡേ ആചരിക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷം നമ്മൾ എത്രാമത്തെ ഇന്ത്യൻ ആർമി ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്? 75th ആനിവേഴ്സറി ആണ് നമ്മൾ ഈ വർഷം സെലിബ്രേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ 1949ലാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഒരു ചീഫ് കമാൻഡറായിട്ട് എം കരിയപ്പ സ്ഥാനമേൽക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ആർമി ഡേ എന്ന് ജാനുവരി 15ന് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡേ ഫീൽഡ് മാർഷൽ എം കരിയപ്പ, ദെൻ ലെഫ്റ്റനന്റ് ജനറൽ, ടുക്ക് ഓവർ as the first commander in chief of the Indian Army from General Francis Butcher, the last British commander in chief of India in the year 1949. അപ്പോൾ എന്താണ് 1949 വരെ ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് ആരാ? ഇന്ത്യൻ ആർമിയുടെ ലാസ്റ്റ് ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് ആരാണ്? ജനറൽ ഫ്രാൻസിസ് ബച്ചർ ആണ്. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ഇന്ത്യൻ ആർമി ആയിട്ട് ആര് സ്ഥാനമേറ്റു? ഫീൽഡ് മാർഷൽ എം കരിയപ്പ. ഇന്ത്യയുടെ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ആയിട്ട് സ്ഥാനമേറ്റു. എന്നാ 1949 ജാനുവരി 15th. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജാനുവരി 15th ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ആർമി ഡേ. ഇനി ഈ വർഷത്തെ ആർമി ഡേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം.
എപ്പോഴും നമ്മൾ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുക എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹിയിൽ വെച്ചിട്ടാണ്. എന്നാൽ ഈ വർഷം 2023 എവിടെ വെച്ചിട്ടാണ് സെലിബ്രേഷൻസ് നടന്നത്? ബംഗളൂരുവിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻസ് നടന്നത്. ആദ്യമായിട്ട് നാഷണൽ ക്യാപിറ്റലിന് പുറത്ത് ഇന്ത്യൻ ആർമി ഡേ സെലിബ്രേഷൻ നടക്കുന്ന ഒരു ഇയർ ആണ് 2023 എന്ന് പറയുന്നത്. എവിടെ വെച്ചാണ് നടന്നത്? ബംഗളൂരുവിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇൻസിഡൻറ്റ്, ഓർത്തിരിക്കാം. The Army Day celebrated on January 15, 2023 at Bengaluru. This is the first time when the Army Day, the 75th year this time, held outside the national capital. National capitalന് പുറത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എവിടെ വെച്ചാ? ബംഗളൂരു. ഇനി ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഒറിജിനലി ദ ഇന്ത്യൻ ആർമി വാസ് ഫോംഡ് ഓൺ April 1st, 1895. ശരിക്കും 1895 ഏപ്രിൽ 1 ഇന്ത്യൻ ആർമി ഫോം ചെയ്യുന്നത് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് വാസ് കോൾഡ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി. അന്ന് ബ്രിട്ടീഷ് റൂൾ ആയിരുന്നു. ബ്രിട്ടീഷ് റൂളിന് കീഴിലാണ് ഒരു ആർമി ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആഫ്റ്റർ ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ ദ ഇയർ 1947 ദ കൺട്രി ഗോട്ട് ഇറ്റ്സ് ഫസ്റ്റ് ഇന്ത്യൻ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഓൺ January 15, 1949. നമ്മൾ കരിയപ്പയുടെ കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഫസ്റ്റ് ഇന്ത്യൻ ഹെഡിനെ നമുക്ക് കിട്ടുന്നത് അല്ലേ? എന്നാ? ഇൻഡിപെൻഡൻസിന് ശേഷം. ഇൻഡിപെൻഡൻസ് എന്നാ കിട്ടിയേ? 1947 August 15. എന്നാൽ 1949 January 15 ഒരു ഫസ്റ്റ് ഇന്ത്യൻ ഹെഡ് സ്ഥാനമേൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് January 15 സെലിബ്രേറ്റ് ചെയ്യുന്നത്. Lieutenant General K.M. Kariyappa took over as Commander-in-Chief of the Indian Army in 1949 from General Francis Butcher, the last British Commander-in-Chief of India. അപ്പോൾ ഈ രണ്ട് GK സ്റ്റാറ്റിക് GK ആണ്, ഓർത്തിരിക്കണം. ലാസ്റ്റ് ബ്രിട്ടീഷ് കമാൻഡർ-ഇൻ-ചീഫ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് ബച്ചർ. ഫസ്റ്റ് ഇന്ത്യൻ കമാൻഡർ-ഇൻ-ചീഫ് എന്ന് പറഞ്ഞാൽ ആരാ? ജനറൽ K.M. Kariyappa. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഓർത്തിരിക്കണം. The day also honors the soldiers who have sacrificed their lives for the country. പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ ആർമി ഡേയിൽ ആരെ കൂടെ കമ്മമറേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച മറ്റ് ഓഫീസേഴ്സിനെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് നാഷണൽ യൂത്ത് ഡേ 2023. അപ്പോൾ എന്നാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? January 12 അല്ലേ ദേശീയ യൂത്ത് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താ നാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത്? നാഷണൽ യൂത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ 12th January ടു കമമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സ്വാമി വിവേകാനന്ദ. അപ്പോൾ എന്താ January 12 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ബർത്ത് ആനിവേഴ്സറി ആണ്. ആരുടെ? സ്വാമി വിവേകാനന്ദയുടെ. സ്വാമി വിവേകാനന്ദയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്ന് January 12 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ January 12 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. Every year on this occasion, the government organizes the National Youth Festival from 12th January to 16th January in collaboration with a state willing to host. ഏത് സ്റ്റേറ്റ് ആണോ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, അതായത് ഇത് ഹോസ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ കൊളാബറേഷനോട് കൂടിയിട്ട് എല്ലാ വർഷവും നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഗവൺമെന്റ് സംഘടിപ്പിക്കാറുണ്ട്. എന്ന് മുതൽ എന്ന് വരെയാ? 12th January മുതൽ 16th January വരെ എന്ത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്? നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. In year 2023, Prime Minister Narendra Modi inaugurated the festival in Hubli, Karnataka. അപ്പോൾ ഈ വർഷത്തെ ഹോസ്റ്റ് ആരായിരുന്നു? കർണാടക സ്റ്റേറ്റ് ആയിരുന്നു. ഹൂബ്ലി അല്ലെങ്കിൽ ഹുബ്ബള്ളിയാണ് ഇന്ന് ഹൂബ്ലി ആയത്. എന്താ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഹൂബ്ലിക്ക്? എന്താണ്? നമ്മുടെ നാഷണൽ ഫ്ലാഗ് നിർമ്മിക്കുന്ന സ്ഥലമാണ് എന്ത്? ഹൂബ്ലി എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ഇയർ 2023 ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? 2023 ഇന്ത്യൻ ആർമി ഡേ എവിടെയാണ് ഹോസ്റ്റ് ചെയ്തത് എന്നുള്ളത്? കർണാടകയിലെ ഹൂബ്ലി. ഓക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കണം. ദെൻ എന്താണ് ഇതിന്റെ ഹിസ്റ്ററി? ഇൻ ദ ഇയർ 1985 the government declared Swami Vivekananda's birth anniversary on January 12 as National Youth Day. അപ്പോൾ എന്ന് മുതലാണ് സ്വാമി വിവേകാനന്ദയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള January 12 നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? 1985 മുതലാണ്. ഓക്കെ. സിൻസ് ദെൻ all the centers of Ramakrishna Math and Ramakrishna Mission have been celebrating the occasion through various programs. അന്ന് മുതൽ ഈ ദിനം
രാമകൃഷ്ണ മഠവും രാമകൃഷ്ണ മിഷനും ഒക്കെ ചേർന്നിട്ട് ഒരു വലിയൊരു ഒക്കേഷനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാനും തുടങ്ങി. ദെൻ ഇനി നമുക്ക് സ്വാമി വിവേകാനന്ദയെ പറ്റി കുറച്ച് ഫാക്ട്സ് നോക്കാം. സ്വാമി വിവേകാനന്ദ ബോൺ നരേന്ദ്രനാഥ് ദത്ത. അപ്പൊ എന്തായിരുന്നു സ്വാമി വിവേകാനന്ദയുടെ റിയൽ നെയിം എന്താണ്? നരേന്ദ്രനാഥ് ദത്ത. നരേന്ദ്രനാഥ് ദത്തയാണ് പിന്നീട് സ്വാമി വിവേകാനന്ദ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, എന്തായിരുന്നു? 1863 ജാനുവരി 12 ജനനം. വാസ് എ ഡിസിപ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ. ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ഒരു ഡിസിപ്പിൾ ആയിരുന്നു. എ 19th സെഞ്ചുറി ഇന്ത്യൻ മിസ്റ്റിക്. ശ്രീരാമകൃഷ്ണ പരമഹംസ ആരാണ്? ഒരു 19th സെഞ്ചുറി ഇന്ത്യൻ മിസ്റ്റിക് ആയിരുന്നു. ഓക്കെ, വിവേകാനന്ദ വാസ് റിഗാർഡഡ് എസ് എ മേജർ ഫോഴ്സ് ഇൻ കണ്ടംപററി ഹിന്ദു റീഫോം മൂവ്മെന്റ്സ്. അതായത് കണ്ടംപററി ഹിന്ദു റീഫോം മൂവ്മെന്റ്സിന്റെ ഒരു മേജർ ഫോഴ്സ് ആയിരുന്നു വിവേകാനന്ദ എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് നാഷണലിസം ഇൻ കൊളോണിയൽ ഇന്ത്യ. കൊളോണിയൽ ഇന്ത്യയിൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നതിൽ വളരെ പ്രാധാന്യം ആര് വഹിച്ചിരുന്നു? വിവേകാനന്ദ വഹിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദ വഹിച്ചിരുന്നു. Then best known for his famous speech at the World Parliament of Religions in Chicago. ചിക്കാഗോയിലെ മതസമ്മേളനം 1893 ചിക്കാഗോയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് വളരെ പ്രസിദ്ധമായിരുന്നു. ഹി ഫോക്കസ്ഡ് ഓൺ ചാനലിംഗ് ദ എനർജീസ് ഓഫ് യൂത്ത്. യൂത്തിന്റെ എനർജീസിനെ ഫോക്കസ് ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത്. സിൻസ് ഹിസ് ടീച്ചിങ്സ് ആൻഡ് പ്രാക്ടീസസ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദ യൂത്ത്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർഡ് 12th ജാനുവരി as the നാഷണൽ യൂത്ത് ഡേ ഇൻ 1984. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സും പ്രാക്ടീസസും ഒക്കെ യൂത്തിൽ ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ള ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു? 1984 ജാനുവരി 12 മുതൽ 1984 മുതൽ ജാനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ 2023. നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ. ഇത് നമ്മുടെ നാഷണൽ അല്ല, ഇതൊരു US നാഷണൽ ഡേ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇത് ആചരിക്കുന്നത്. അവരുടെ ഒരു നാഷണൽ ഡേ ആണ് എന്ത്? നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജാനുവരി 11. ഓക്കെ, നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 11th January every year in the United States. The day is dedicated to raising awareness about human trafficking. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റി ഒരു അവയർനെസ് അല്ലെങ്കിൽ അതിനെതിരെ ഒരു അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ ദോ ദ എൻറ്റയർ മന്ത് ഓഫ് ജാനുവരി ഈസ് റെക്കഗ്നൈസ്ഡ് as നാഷണൽ ആന്റി സ്ലേവറി ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മന്ത്, 11th January സ്പെസിഫിക്കലി എയിംസ് ടു കോംബാറ്റ് ഇല്ലീഗൽ പ്രാക്ടീസസ്. ജാനുവരി മന്ത് മുഴുവൻ അവർ എന്തായിട്ടാണ് ആചരിക്കുന്നത്? നാഷണൽ ആന്റി സ്ലേവറി ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മന്ത് ആയിട്ടാണ് അവർ ആചരിക്കുന്നത്. എന്നാലും ജാനുവരി 11 സ്പെസിഫിക്കലി ഇങ്ങനെയുള്ള ഇല്ലീഗൽ പ്രാക്ടീസസിനെതിരെ ഒരു അവയർനെസ് നൽകാൻ വേണ്ടിയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആചരിക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഇൻ 2007 ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റ് റാറ്റിഫൈഡ് എ പ്രൊപ്പോസൽ ടു എസ്റ്റാബ്ലിഷ് 11th January as നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ. അതായത് 2007 യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സെനറ്റ് എന്ത് ചെയ്തു? ഒരു പ്രൊപ്പോസൽ വെച്ചു ജാനുവരി 11 നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കാവുന്നതിനെ പറ്റിയിട്ട്. ദെൻ ഇൻ 2010 പ്രസിഡന്റ് ഒബാമ ഡെഡിക്കേറ്റഡ് ദ എൻറ്റയർ മന്ത് ഓഫ് ജാനുവരി ടു അവയർനെസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എന്നാൽ 2010 ആയപ്പോഴേക്കും പ്രസിഡന്റ് ബറാക് ഒബാമ എന്ത് ചെയ്തു? ജാനുവരി മന്ത് മുഴുവനായിട്ട് പ്രിവെൻഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരെ ഒരു അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തു. ടുഡേ there are over 50 established organizations that combat this illegal practice globally and more awareness has been raised than even ever before. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് വേൾഡ് ഹിന്ദി ഡേ 2023. അപ്പോൾ വേൾഡ് ഹിന്ദി ഡേ, വേൾഡ് ആണ് നോക്കണം, ഇത് നമ്മുടെ ഒരു നാഷണൽ ഡേ അല്ല, ശരിക്കും ഇത് വേൾഡ് ഹിന്ദി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്നാ 10th January ആണ് വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് ഹിന്ദി ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ 10th January ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ദ ലാംഗ്വേജ് അക്രോസ് ദ വേൾഡ്.
ലാംഗ്വേജിനെ പറ്റി ലോകത്താകമാനം ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ജാനുവരി 10th വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ദ ഡേ വെൻ ഹിന്ദി, ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ, വാസ് സ്പോക്കൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി. ഇനി എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? ഈ ദിവസമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി എവിടെ സ്പീക്ക് ചെയ്തത്, എവിടെ സംസാരിച്ചത്? യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയിൽ ആദ്യമായിട്ട് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയ ഹിന്ദി സംസാരിക്കുന്നത് എന്നാണ് ഈ ജാനുവരി 10th. അതുകൊണ്ട് തന്നെയാണ് ജാനുവരി 10th വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ ദിസ് ഡേ ഇൻ 1975 ഈ ദിവസമാണ് ദ ഫസ്റ്റ് വേൾഡ് ഹിന്ദി കോൺഫറൻസ് വാസ് ഓർഗനൈസ്ഡ് ഇൻ നാഗ്പൂർ. നാഗ്പൂരിൽ വെച്ചിട്ട് ആദ്യത്തെ വേൾഡ് ഹിന്ദി കോൺഫറൻസ് നടക്കുന്നത് എന്നാണ്? 1975 ജാനുവരി 10th. സിൻസ് ദെൻ സച്ച് കോൺഫറൻസസ് ആർ ഹെൽഡ് എവറി ഇയർ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതിനുശേഷം അന്ന് മുതലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വർഷവും ഇങ്ങനെ സെവറൽ കോൺഫറൻസസ് നടക്കാൻ തുടങ്ങിയത്. ഇനി ഈ വർഷത്തെ തീം എന്തായിരുന്നു? ദ തീം ഇൻ ദ ഇയർ 2023 ഈസ് ഹിന്ദി ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്തായിരുന്നു 2023 വേൾഡ് ഹിന്ദി ഡേ തീം എന്ന് പറയുന്നത്? ഹിന്ദി ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതായിരുന്നു 2023 വേൾഡ് ഹിന്ദി ഡേയിലെ തീം എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്ററി എന്താണ്? എൻ്റെ ഹിസ്റ്ററി നോക്കാം. എവറി ഇയർ ഓൺ 10th January വേൾഡ് ഹിന്ദി ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൾ ഓവർ ദ വേൾഡ്. വേൾഡ് ഹിന്ദി ഡേ ജാനുവരി 10th ഇന്നിപ്പോൾ എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ദ വേൾഡ് ഹിന്ദി കോൺഫറൻസ് വാസ് ഓർഗനൈസ്ഡ് ഇൻ നാഗ്പൂർ ഓൺ 10th January 1975. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ വിച്ച് 122 ഡെലിഗേറ്റ്സ് ഫ്രം 30 countries പാർട്ടിസിപ്പേറ്റഡ്. അപ്പോൾ ആദ്യത്തെ വേൾഡ് ഹിന്ദി കോൺഫറൻസിൽ എത്ര ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ എത്ര കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു? 30 countries നിന്നും 122 ഡെലിഗേറ്റ്സ് ആണ് ഫസ്റ്റ് വേൾഡ് ഹിന്ദി കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എവിടെയാണ് നടന്നത്? നാഗ്പൂർ. ഇയർ ഏതാ? 1975. Okay. After that, World Hindi Conference was also organized outside India in countries like Mauritius, United Kingdom, Trinidad, America, etc. ഇതൊരു കരീബിയൻ കൺട്രിയാണ് കേട്ടോ ട്രിനിഡാഡ് എന്ന് പറയുന്നത്. അതിനുശേഷം അതായത് ഈ 1975 ശേഷം ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ കൺട്രികളിൽ ഇന്ന് വേൾഡ് ഹിന്ദി കോൺഫറൻസ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 17th പ്രവാസി ഭാരതീയ ദിവസ് ഓൺ 9th January. അപ്പോൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? 9th January ആണ്. എന്താണ് പ്രത്യേകത? 9th January ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്ക പര്യടനം കഴിഞ്ഞിട്ട് മടങ്ങി ഇന്ത്യയിലേക്ക് വന്ന ദിവസമാണ് എന്ത്? 9th January എന്ന് പറയുന്നത്. ഓക്കെ. Pravasi Bharatiya Divas or NRI Day is formally celebrated on 9th January to commemorate the day when Mahatma Gandhi returned from South Africa to Mumbai, India. Okay, the day is celebrated to acknowledge the contribution of the NRI community in helping in the development of the country. ഈ ഡേ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? ജാനുവരി 9th ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ജാനുവരി 9th എന്ന ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടെന്ന്. ഇനി എന്തിനാണ് നമ്മൾ ഈ NRI ഡേ അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? The day is celebrated to acknowledge the contribution of the NRI community in helping in the development of the country. നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിൽ NRI കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് അവരുടെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അക്നോളജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി പ്രവാസി ഭാരതീയ ദിവസ് 2023 ഈസ് ഓർഗനൈസ്ഡ് ഫ്രം January 8 to 10, 2023 ഇൻ ഇൻഡോർ, മധ്യപ്രദേശ്. ഈ വർഷം ഹോസ്റ്റ് ചെയ്തത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചിട്ടാണ് പ്രവാസി ഭാരതീയ ദിവസിന്റെ 2023 സെലിബ്രേഷൻസ്
നടന്നത്. ദിസ് ഈസ് ദ 17th പ്രവാസി ഭാരതീയ ദിവസ്. ഇത് എത്രാമത്തെ പ്രവാസി ഭാരതീയ ദിവസമായിരുന്നു 2023 സെലിബ്രേറ്റ് ചെയ്തത്? 17th. ഇനി 2023 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ NRI ഡേയുടെ തീം എന്തായിരുന്നു? ഡയസ്പോറ റിലയബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. അപ്പൊ എന്തായിരുന്നു 2023 NRI ഡേ തീം എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഡയസ്പോറ റിലയബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. ഓക്കെ, ഇനി ഹിസ്റ്ററി. ഈ തീംസ് ഒക്കെ, ഇത്രയും വലിയ തീംസ് എങ്ങനെ ഓർത്ത് വെക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ള തീം എന്തായിരിക്കും? ഇത് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഓപ്ഷൻസ് കാണുമ്പോൾ. അപ്പോൾ അതിൽ ടെൻഷൻ വേണ്ട. ഓക്കെ, ദെൻ ഹിസ്റ്ററി. എന്താണ് ഈ ഡേയുടെ ഹിസ്റ്ററി എന്ന് നോക്കാം. The historical background of Pravasi Bharatiya Divas can be traced back to 2000 when the Public Authority of India decided to celebrate 9th January as a day for the group of NRI people. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തി നിൽക്കും? 2000 എത്തി നിൽക്കും. അന്നാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് വന്നത്. ഓക്കെ, the significance of January 9 as NRI Day comes from the fact that Mahatma Gandhi returned to the India from South Africa on this day in 1915. അപ്പോൾ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക്, മുംബൈയിലേക്ക് തിരിച്ചു വന്നത് എന്നാണ്? January 9 ആണെന്ന് നമുക്കറിയാം. ഇയർ കൂടി ഓർത്ത് വെച്ചിരിക്കുക, 1915. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് വേൾഡ് വാർ ഓർഫൻസ് ഡേ 2023. എന്നാണ് വേൾഡ് വാർ ഓർഫൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നാണ്? 6th January കേട്ടോ. വേൾഡ് വാർ ഓർഫൻസ് ഡേ is observed every year on 6th January. On World War Orphans Day, several awareness programs are organized to create awareness about the trauma endured by orphan children. അതായത് യുദ്ധത്തിൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഏരിയയിൽ പാരൻസിനെ നഷ്ടപ്പെടുന്ന കുട്ടികളുടെ ആ ട്രോമ എന്താണ്, അവരുടെ പ്ലൈറ്റ് എന്താണ്, അവരുടെ ആ ദുരിതത്തെ പറ്റി കൂടുതൽ അവയർനെസ് ആക്കുക, ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് January 6th വേൾഡ് വാർ ഓർഫൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. ഓക്കെ, The day aims to spread awareness and address the plight faced by orphans of war and children in conflict. Then എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് നോക്കാം. World War Orphans Day was started by the French organization SOS Infants in Distresses, which aims to help children affected by conflict. According to the United Nations Children's Fund, that is UNICEF, an orphan is defined as a child under the age of 18 who has lost one or both parents due to any cause of death. അപ്പോൾ യുനിസെഫിന്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു ഓർഫൻ എന്ന് പറയുന്നത് എന്താണ്? എ ചൈൽഡ് അണ്ടർ ദ ഏജ് ഓഫ് 18, 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് അവര് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുള്ള കുട്ടി? ഹു ഹാസ് ലോസ്റ്റ് വൺ ഓർ ബോത്ത് പാരൻസ്. പാരൻസിലെ ആരെങ്കിലും ഒരാളെയോ അല്ലെങ്കിൽ രണ്ട് പാരൻസിനെയും തന്നെ നഷ്ടപ്പെട്ട ഏതെങ്കിലും രീതിയിൽ പാരൻസ് മരിച്ചുപോയ കുട്ടികളെയാണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് യുനിസെഫ് എന്തായിട്ട് ഓർഫൻ എന്ന ഡെഫിനിഷന് താഴെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓർഫൻസിനെ ഫോക്കസ് ചെയ്തിട്ട് ഏത് ഓർഗനൈസേഷനാണ്? SOS Infants in Distresses എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഓർഗനൈസേഷനാണ് ഇങ്ങനെ ഒരു ഡേ ആചരിക്കണം എന്ന ആവശ്യവുമായിട്ട് ആദ്യം മുന്നോട്ട് വന്നത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തെന്ന് നോക്കിയാൽ, ഓൺ വേൾഡ് വാർ ഓർഫൻസ് ഡേ സെവറൽ അവയർനെസ് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ് ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദി ട്രോമ എൻഡേർഡ് ബൈ ഓർഫൻ ചിൽഡ്രൻ. നമ്മളിനി എത്രയൊക്കെ തന്നെ അവയർനെസ് ഒക്കെ ഉണ്ടാക്കിയാലും ഇവരെല്ലാം ഇങ്ങനെ ഒരു വേൾഡ് വാർ ഓർഫൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് തന്നെ എന്തിനാണ്? വാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് റീജിയനിൽ അവിടുത്തെ ചിൽഡ്രൻ അനുഭവിക്കുന്ന പ്ലൈറ്റ് എന്താണ്, അല്ലെങ്കിൽ പാരൻസിനെ വാറിൽ നഷ്ടപ്പെട്ട കുട്ടികളുടെ ട്രോമ, അവർ അനുഭവിക്കുന്ന ആ ട്രോമ എന്താണ് എന്ന് മറ്റ് ജനങ്ങളെ ബോധവാന്മാരാക്കുക അല്ലെങ്കിൽ അവരെ അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ വേൾഡ് വാർ ഓർഫൻസ് ഡേ ഒക്കെ ആചരിക്കുന്നത്. ഇപ്പോഴും റഷ്യ യുക്രൈൻ വാർ അവസാനിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം.
Okay, World War Orphans Day is marked as a reminder of the issues faced by such children and the responsibility and world has to ensure that such children also have equal access to health and educational opportunities. അങ്ങനെയുള്ള കുട്ടികൾക്കും നമ്മളെ പോലെ തന്നെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസും ഹെൽത്ത് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വേൾഡ് ബ്രെയിലി ഡേ. വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നാണ് 4th January ആണ്. ഓക്കെ, ദെൻ World Braille Day, observed on January 4th, emphasizes the importance of Braille as a form of communication for the partially blind and visually impaired. Visually impaired ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബ്രെയിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായിട്ടാണ് വേൾഡ് ബ്രെയിലി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് January 4th. എന്താണ് ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം, അല്ലെങ്കിൽ January 4th ഇമ്പോർട്ടൻസ് നോക്കാം. The United Nations is celebrating this day since 2019. എന്ന് മുതലാണ് വേൾഡ് ബ്രെയിലി ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്? 2019 മുതലാണ് യുണൈറ്റഡ് നാഷൻസ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. വേൾഡ് ബ്രെയിലി ഡേ ഓൾസോ സെലിബ്രേറ്റ്സ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ലൂയിസ് ബ്രെയിലി. അപ്പോൾ എന്താണ് January 4th ഇമ്പോർട്ടൻസ്? ബർത്ത് ആനിവേഴ്സറി ഓഫ് ലൂയിസ് ബ്രെയിലി. ലൂയിസ് ബ്രെയിലി എന്ന വ്യക്തിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്താ വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന January 4th. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ദ പർപ്പസ് ഓഫ് ദ ഡേ ഈസ് ടു റൈസ് അവയർനെസ് അബൌട്ട് ദി Braille language which seeks to bridge the gap between the general and differently abled person. അപ്പോൾ നമ്മൾ ജനറൽ ആണ്, ഓക്കെ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സണും നമ്മളും തമ്മിലുള്ള ആ ഒരു അന്തരം കുറയ്ക്കാൻ എത്രത്തോളം ബ്രെയിലി ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്തു എന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ നമ്മൾ ആചരിക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ കോപ്രൈ France spawned the manufacturer of a widely adopted touch device that enables visually impaired person to read and write. What is Braille? ഇനി എന്താണ് Braille എന്ന് നോക്കാം. Braille is a tactile representation of alphabetic and numerical symbols using 6 dots to represent each letter and number and even musical, mathematical and scientific symbols. അപ്പോൾ ബ്രെയിലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാക്ടൈൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്ന, കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർക്ക് സ്പർശനത്തിലൂടെയാണ് എന്താ ഏത് ലെറ്റർ ആണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നമ്പറാണ്, ഈവൻ മ്യൂസിക്കൽ നോട്ട് വരെ അതിനകത്ത് അറിയാൻ പറ്റും. മ്യൂസിക്കൽ നോട്ടിന് വരെ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. മാത്തമെറ്റിക്കൽ, സയൻറ്റിഫിക് സിമ്പിൾസിന് വരെ എന്തിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്? ബ്രെയിലി ലിപിയിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്പർശനത്തിലൂടെ അറിയാൻ പറ്റുന്ന ഒരു തരം ലിപിയാണ് എന്തെന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബ്രെയിലി എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിലി നെയിംഡ് ആഫ്റ്റർ ഇറ്റ്സ് ഇൻവെൻറ്റർ ഇൻ 19th century, ഫ്രാൻസ്, ലൂയിസ് ബ്രെയിലി. ഓക്കെ, 19th century ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന വ്യക്തിയുടെ ആണ് എന്ത് ബ്രെയിലി ലിപി കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഇതിനെ ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാ? ലൂയിസ് ബ്രെയിലി ഇൻവെന്റ് ചെയ്തതുകൊണ്ടാ. ഓക്കെ, ഈസ് യൂസ്ഡ് ബൈ ബ്ലൈൻഡ് ആൻഡ് പാർഷ്യലി സൈറ്റഡ് പീപ്പിൾ ടു റീഡ് ദ സെയിം ബുക്സ് ആൻഡ് മാഗസിൻസ് ദാറ്റ് ആർ പ്രിന്റഡ് ഇൻ വിഷ്വൽ ഫോണ്ട്. നമ്മൾ വായിക്കുന്ന വിഷ്വൽ ഫോണ്ടിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന സെയിം പുസ്തകങ്ങൾ ആരും ഇപ്പോൾ വായിക്കുന്നുണ്ട്? ബ്ലൈൻഡ് പീപ്പിൾ അല്ലെങ്കിൽ പാർഷ്യലി സൈറ്റഡ് പീപ്പിൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാ? ഈ ബ്രെയിലി സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എത്ര വലിയൊരു കണ്ടെത്തലായിരുന്നു അല്ലേ ഈ ബ്രെയിലി സ്ക്രിപ്റ്റിൻ്റേത്. അല്ലെങ്കിൽ അവർക്ക് വായന എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു ലോകം തന്നെ അവർക്കുണ്ടാവില്ലായിരുന്നു അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഗ്ലോബൽ ഫാമിലി ഡേ 2023. നമ്മൾ ജാനുവരിയിലെ ലാസ്റ്റ് ഈവൻ്റ് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ആണ് പഠിക്കുന്നത്. January 1st എന്താണ് ഇമ്പോർട്ടൻസ്? ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഗ്ലോബൽ ഡേ ഓഫ് ഫാമിലീസ് ഈസ് ഒബ്സർവ്ഡ് ഓൺ 1st January എവറി ഇയർ. എല്ലാ വർഷവും 1st January നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? ഗ്ലോബൽ ഡേ ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ദ ഡേ ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി, കമ്മ്യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ് അക്രോസ് നേഷൻസ് ആൻഡ് കൾച്ചേഴ്സ് ത്രൂ ദ ഐഡിയ ഓഫ് ഫാമിലീസ്. അപ്പോൾ ഈ ഫാമിലി എന്ന ഒരു കൺസെപ്റ്റിലൂടെ ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ദെൻ യൂണിറ്റി, സെൻസ് ഓഫ് യൂണിറ്റി, കമ്മ്യൂണിറ്റി, ഇതൊക്കെ
നേഷൻസ് തമ്മിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫാമിലി എന്ന ഒരു കൺസെപ്റ്റിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യൂണിറ്റിയും ബ്രദർഹുഡും, രാജ്യങ്ങൾ മാത്രമല്ല ഡിഫറെൻറ്റ് കൾച്ചേഴ്സും തമ്മിലുള്ള ഒരു യൂണിറ്റിയും ബ്രദർഹുഡും ഒക്കെ സെലിബ്രേറ്റ് അങ്ങനെ ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ചിലപ്പോൾ നമുക്കൊരു കൾച്ചറുണ്ട്, നമുക്ക് മറ്റൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ കൾച്ചർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. എന്ന് പറഞ്ഞ് ആ കൾച്ചർ മോശമാണോ? നമുക്ക് എത്രത്തോളം നമ്മുടെ കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണോ, പ്രിയപ്പെട്ടതാണോ, അതുപോലെ തന്നെയാണ് ഓരോ വിഭാഗത്തിനും ഓരോ ജനതയ്ക്കും അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാതെ പരസ്പരം എല്ലാവരെയും ഒരു ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കാണ് എന്താചരിക്കുന്നത്, ജാനുവരി 1 ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. The day is celebrated to discourage undue negative attitudes towards other cultures, nations, which can breed hatred, encourage social isolation and lead to violence. അതായത് വയലൻസിലേക്കും സോഷ്യൽ ഐസൊലേഷനിലേക്കും ഒക്കെ നയിക്കുന്ന ആ ഒരു ഹാട്രഡ് ആറ്റിറ്റ്യൂഡിനെ ജനങ്ങളിൽ നിന്ന് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് വേൾഡ് ഫാമിലി ഡേ ആയിട്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ ഡേ ഓഫ് ഫാമിലീസ് ആയിട്ട് ജാനുവരി 1 സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദ ഗ്ലോബൽ ഡേ ഓഫ് ഫാമിലീസ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻസ് ഇൻ 2 ബുക്സ്. ഈ 2 ബുക്കിൽ നിന്നാണ് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഗ്ലോബൽ ഡേ ഓഫ് ഫാമിലീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വാസ് എ 1996 ചിൽഡ്രൻസ് ബുക്ക് ടൈറ്റിൽഡ് വൺ ഡേ ഇൻ പീസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബുക്ക് ഏതായിരുന്നു? വൺ ഡേ ഇൻ പീസ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കിട്ടുന്നത്. അത് ആരെഴുതിയതാ? ബുക്ക് റിട്ടൺ ബൈ അമേരിക്കൻ ഓതർ സ്റ്റീവ് ഡയമണ്ട് ആൻഡ് റോബർട്ട് അലൻ സിൽവർസ്റ്റീൻ. റോബർട്ട് അലൻ സിൽവർസ്റ്റീനും സ്റ്റീവ് ഡയമണ്ടും കൂടി ചേർന്ന് എഴുതിയ ഏത് ബുക്കാണ്? വൺ ഡേ ഇൻ പീസ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നാണ് ഫസ്റ്റ് ഇങ്ങനെ ഒരു ആശയം കിട്ടുന്നത്. അപ്പോൾ 2 ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ട്രീ ഐലൻഡ്, എ നോവൽ ഫോർ ദ ന്യൂ മില്ലേനിയം. ട്രീ ഐലൻഡ്, എ നോവൽ ഫോർ ദ ന്യൂ മില്ലേനിയം എന്ന് പറയുന്ന ഒരു യുട്ടോപ്പിയൻ നോവലുണ്ട്. ആ നോവലാണ് സെക്കൻഡ് ബുക്ക് എന്ന് പറയുന്നത്. അത് ആരെഴുതിയതാ? അമേരിക്കൻ പീസ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ലിൻഡ ഗ്രോവർ രചിച്ച ട്രീ ഐലൻഡ്, എ നോവൽ ഫോർ ദ ന്യൂ മില്ലേനിയം എന്ന് പറയുന്ന ബുക്കാണ് രണ്ടാമതായിട്ട് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ സഹായകമായ ബുക്ക് എന്ന് പറയുന്നത്. ദ സ്റ്റോറി ഇമാജിൻസ് ആൻ ഐഡിയൽ സെനാറിയോ വെയർ ദ എൻറ്റയർ വേൾഡ് ഡിസൈഡ് ടു വർക്ക് ടുഗദർ ടു മേക്ക് എർത്ത് എ പീസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ് പ്ലാനറ്റ്. ഇനി ഈ 2 ബുക്കിലും പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? അതായത് ഒരു ഐഡിയൽ സെനാറിയോയിൽ നമ്മൾ ലോകത്തെ കാണുകയാണ്. എങ്ങനെയാ? ഈ ഭൂമിയെ ഒരു പീസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ് പ്ലാനറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ലോകത്ത് മുഴുവനുള്ള ജനത ഒരുമിച്ച് പരിശ്രമിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ 2 ബുക്കിലും പറയുന്നത്. അതിൽ നിന്നാണ് എന്ത് കൊണ്ടുവന്നത്? ഗ്ലോബൽ ഡേ ഫോർ ഫാമിലീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ഓഫ് ദീസ് ബുക്സ് ഇൻ 1997 ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഡിക്ലെയർഡ് 1 ജാനുവരി ആസ് എ ഡേ ഓഫ് പീസ്. അപ്പോൾ ഈ ബുക്കുകളിലുള്ള ഐഡിയാസിനെ ആസ്പദമാക്കിയിട്ട് 1997 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ത് ഡിക്ലെയർ ചെയ്തു? ജാനുവരി 1 ഡേ ഓഫ് പീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? നമ്മൾ ഓരോ വർഷവും ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 2023 നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് നമ്മൾ 2023 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് നോക്കാം. ഓൺ 1 ജാനുവരി ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പോൺസേർഡ് ദ റെസൊല്യൂഷൻ ഫോർ ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. അപ്പോൾ 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു റെസൊല്യൂഷൻ ആരാ കൊടുത്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നൽകിയത്. എന്നാ? ജാനുവരി 1. ഓക്കെ, അത് അഡോപ്റ്റ് ചെയ്യായിരുന്നു? യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. ദിസ് അനൗൺസ്മെന്റ് ഹാസ് ബീൻ ഹെൽപ്ഫുൾ ഫോർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ബി അറ്റ് ദ ഫോർഫ്രണ്ട് ഓഫ് സെലിബ്രേറ്റിംഗ് IYM. ഓക്കെ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് ഓൾസോ ഷെയർഡ് ഹിസ് വിഷൻ ടു എസ്റ്റാബ്ലിഷ് ഇന്ത്യ ആസ് എ ഗ്ലോബൽ ഹബ് ഫോർ മില്ലറ്റ്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്തൊരു വിഷൻ കൂടി വെച്ചു? ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഹബ് ഫോർ മില്ലറ്റ്സ് ആക്കുക എന്നുള്ളൊരു വിഷൻ കൂടി അദ്ദേഹം ഷെയർ ചെയ്തു. as well as to make IYM 2023
2023 എ പീപ്പിൾസ് മൂവ്മെന്റ്. അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023യെ ഒരു പീപ്പിൾസ് മൂവ്മെന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷനും കൂടി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെവറൽ എവിഡൻസസ് ഫോർ ദി കൺസംഷൻ ഓഫ് മില്ലറ്റ് ഡ്യൂറിംഗ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ സജസ്റ്റ് ദാറ്റ് ഇറ്റ് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ക്രോപ്സ് ടു ബി കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും അന്നത്തെ ജനത അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ മില്ലറ്റ്സ് അവരുടെ മില്ലറ്റ് ക്രോപ്സിന്റെ എവിഡൻസ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്തിരുന്നതായിട്ട് അല്ലെങ്കിൽ കൺസംഷന്റെ ഒരു എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് അനുമാനിക്കാം? ഇന്ത്യയിൽ ആദ്യമേ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഫസ്റ്റ് ക്രോപ്പായിട്ട് നമുക്ക് ഫസ്റ്റ് ക്രോപ്പായിട്ട് എന്തിനെ കരുതാം? മില്ലറ്റ്സ് കരുതാവുന്നതാണ്. മില്ലറ്റ് ഈസ് കറന്റ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ മോർ ദാൻ 130 കൺട്രീസ്. ഇന്ന് 130 കൂടുതൽ കൺട്രീസിൽ മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ട്രഡീഷണൽ ഫുഡ് ഫോർ ഓവർ 500 മില്യൺ പീപ്പിൾ അക്രോസ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള 500 മില്യണിൽ കൂടുതൽ പീപ്പിളിന് ട്രഡീഷണൽ ഫുഡായിട്ട് എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? മില്ലറ്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻ ഇന്ത്യ മില്ലറ്റ്സ് ആർ പ്രൈമർലി എ ഖാരിഫ് ക്രോപ്പ്. മില്ലറ്റ്സ് എന്താണ്? പ്രൈമർലി ഒരു ഖാരിഫ് ക്രോപ്പ് ആണ്. ഓക്കെ, റിക്വയറിംഗ് ലെസ് വാട്ടർ ആൻഡ് അഗ്രികൾച്ചറൽ ഇൻപുട്സ് ദാൻ അതർ സിമിലർ സ്റ്റേപ്പിൾസ്. ഇതിന്റെ സിമിലർ സ്റ്റേപ്പിൾസിന് അപേക്ഷിച്ച് ലെസ് വാട്ടറും മതി, ലെസ് അഗ്രികൾച്ചറൽ ഇൻപുട്സും എന്തിനു മതി? മില്ലറ്റ്സിന് മതി എന്നുള്ളതുകൂടി ഒരു പ്രത്യേകതയാണ്. മില്ലറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബൈ ദി വിർച്യൂ ഓഫ് ഇറ്റ്സ് മാമത്ത് potential to generate livelihoods, increase farmers' income and ensure food and nutritional security all over the world. അപ്പോൾ ഇത് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്? മില്ലറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഒരാശയം മുന്നോട്ട് വെച്ചത്? 2023 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആശയം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ജാനുവരി മന്ത് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. ജാനുവരി മന്തിലെ ഇമ്പോർട്ടൻ്റ് ഡേയ്സും ഈവൻസും അതിൻ്റെ തീംസും വെന്യൂസും എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിക് GKs എന്താണ്, കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ജാനുവരി മന്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് കാണാം. താങ്ക്